ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാൻകേക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണല്ലോ അല്ലേ. പക്ഷേ മൈദ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് അത്ര ഹെൽത്തി അല്ലാത്തത് കാരണം പാൻകേക്ക് എപ്പോഴൊന്നും ഉണ്ടാക്കി കഴിക്കുന്നത് അത്ര നല്ലതല്ല അല്ലേ. ഇന്ന് ഞാൻ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായും വൈകിട്ട് ചായയുടെ കൂടെ സ്നാക്സായും കഴിക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ പാൻകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓട്സും പിന്നെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകാറുള്ള വളരെ കുറച്ച് ചേരുവകൾ വെച്ച് നമുക്കിത് ഈസിയായി ഉണ്ടാക്കാം. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ അവരുടെ ഡെയിലി മെനുവിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെടുന്നവരിൽ ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇനി ഇതുപോലുള്ള ഒരുപാട് ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ പാൻകേക്കിലുള്ള എല്ലാ ചേരുവകളും മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മിക്സിയിലേക്ക് പഴമാണ് ചേർക്കുന്നത്. ഈ ഒരു വലിയ പഴം മുഴുവനായും അതേ വലുപ്പത്തിലുള്ള ഒരു പഴത്തിൻ്റെ പകുതിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ പഴമാണെങ്കിൽ 2 എടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓട്സ് ആണ്. ഏത് ഓട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ പാൻകേക്ക് പെട്ടെന്ന് ഉള്ളൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടാൻ ഇതുപോലുള്ള ക്വിക്ക് കുക്കിംഗ് ഓട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒക്കെ എന്ന് പറഞ്ഞു വരുന്ന ഓട്സ് ആയിരിക്കും നല്ലത്. ഒരുവിധ പേരുടെ കയ്യിൽ ഈ ഓട്സ് തന്നെയാണ് ഉണ്ടാവുക. ഇനി അഥവാ റോൾഡ് ഓട്സ് പോലത്തെ വലിയ തരം ഓട്സാണ് നിങ്ങളുടെ ഇടയിൽ ഉള്ളതെങ്കിൽ ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രം ചേർക്കുക. പൊടിക്കാതെ മറ്റു ചേരുവകളുടെ കൂടെ ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ തരികളായി പാൻകേക്കിൽ കിടക്കും. മാത്രമല്ല അത്രയ്ക്ക് അങ്ങനെ സോഫ്റ്റായി കിട്ടുകയില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനൊക്കെ കോഴിമുട്ടയ്ക്ക് പകരം തൈര് ചേർക്കാം കേട്ടോ. തൈരാണ് ചേർക്കുന്നതെങ്കിൽ തീരെ പുളിയില്ലാത്ത തൈര് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെയൊക്കെ ചേർക്കാം. പിന്നെ ഞാനിവിടെ പാല് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് പാൽ ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ അടിച്ചതിന് ശേഷം കട്ടി കൂടുതലാണെങ്കിൽ മാത്രം ബാക്കി 1/4 കപ്പ് പാൽ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേൻ ചേർക്കാം. തേനിന് പകരം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പക്ഷേ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലത് തേൻ തന്നെയാണ്. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും പിന്നെ 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കാം. ലാസ്റ്റായിട്ട് കോഴിമുട്ടയുടെ സ്മെല്ലൊന്നും തീരെ ഇല്ലാതിരിക്കാൻ 2 തുള്ളി വാനില എസൻസ് കൂടെ ചേർക്കാം. ഇതിന് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചപ്പോൾ ഇതാ കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പം നമുക്ക് മാറ്റി വെച്ച ആ 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് അടിച്ചെടുക്കാം. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് വേണ്ടത്. ഇതിനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ചുടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷെ നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാം. അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. എന്നാൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ തടവിയതിന് ശേഷം ചുടുമ്പോൾ മുഴുവൻ ചുട്ടെടുത്ത് കുറേ സമയം കഴിഞ്ഞാലും ഡ്രൈ ആവാതിരുന്നോളൂ. തീ കുറച്ച് വെച്ച് ചുടുന്നതായിരിക്കും നല്ലത്. ഒരു വശം 2 മിനിറ്റ് നേരം വേവിച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണെങ്കിൽ പോലും ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ജാമോ അല്ലെങ്കിൽ ക്രീമോ അതോ അല്ലെങ്കിൽ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂട്ടല്ല, ചോക്ലേറ്റ് സിറപ്പ്, മേപ്പിൾ സിറപ്പ്, തേൻ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തും സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ കിഡിലും ടേസ്റ്റാണ്. ഇതൊന്നും ഇല്ലാതെ വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും സൂപ്പറാണ്. തിരക്കുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ സ്പ്രെഡിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി. ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ വേറെ കറികൾ കൂട്ടി കഴിക്കേണ്ട പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 15 മിനിറ്റ് അതിനുള്ളിൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. മിക്ക കുട്ടികൾക്ക് ഓട്സ് കഴിക്കാൻ തീരെ ഇഷ്ടം ഉണ്ടാവാറില്ല. പക്ഷേ ഈ പാൻകേക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓട്സ് ആണെന്ന് മക്കൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന പാൻകേക്കിനേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ റമദാനിൽ ഗോതമ്പിന് പകരം ഓട്സ് കൊണ്ട് മലബാർ സ്പെഷ്യൽ അലീസ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് തന്നൊരു റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതും അതുപോലെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് തീർച്ചയായും കമൻറ്റായി തന്നെ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം പോസിറ്റീവ് നെഗറ്റീവ് അതെന്തോ ആയിക്കോട്ടെ അത് കമൻറ്റായി തന്നെ അറിയിക്കുക. ഇൻഷാ അല്ലാ ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരയ്ക്കും. ബൈ, അസ്സലാമു അലൈക്കും.